കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലായ സംഭവത്തിൽ പ്രതിയുടെ ഭാര്യയും പ്രതി ചേർത്തേക്കും. വിദേശത്ത് കടന്ന പുറമേരി സ്വദേശി ഷെജീലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അപകടമുണ്ടാക്കിയ കാർ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഭാര്യ അപകട വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. വടകര ചോറോഡ് ദേശീയപാതയിൽ വയോധികയായ ബേബിയുടെ മരണത്തിനും കൊച്ചുമകൾ ദൃശാനയ്ക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്ത വാഹനാപകടം നടക്കുമ്പോൾ പ്രതി ഷെജീലിനൊപ്പം ഭാര്യയും 2 കുട്ടികളും കാറിലുണ്ടായിരുന്നു. അപകടം പുറത്തറിയാതിരിക്കാൻ വാഹനത്തിന്റെ ബമ്പർ മാറ്റിയതുൾപ്പെടെ ഗുരുതര കുറ്റങ്ങൾ ചെയ്തുവെന്ന് പോലീസ് കണ്ടെത്തിയതോടെയാണ് ഷെജീലിന്റെ ഭാര്യയെ കൂടി പ്രതി ചേർക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഗുരുതരമായി പരുക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലെത്തിക്കാൻ കുടുംബം തയ്യാറായിരുന്നുവെങ്കിൽ ബേബിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന വിലയിരുത്തലിലാണ് പോലീസ്. കാറിൽ ആ സമയത്ത് അദ്ദേഹം അവരുടെ ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യുമായിരുന്നു. ആ സമയത്ത് അശ്രദ്ധമായി പോയൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് കൂടെ ട്രാവൽ ചെയ്തിരുന്ന ഭാര്യയുടെ ഒക്കെ മൊഴി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിലേക്ക് വാഹനം ആൾട്ടർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് എവിഡൻസ് നശിപ്പിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് ഇതിലേക്ക് ഏതെങ്കിലും രീതിയിലേക്കുള്ള റോൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു ഭാഗത്തേക്കും കൂടിയാണ് ഇനിയുള്ള അന്വേഷണം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് 9 മാസമായി കോമയിലായ ദൃശാനയുടെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുകയാണ് കുടുംബം. ഇതിനിടെ വാഹനം കണ്ടെത്തിയത് ഇൻഷുറൻസ് തുക ലഭിക്കാൻ സഹായിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. വിദേശത്തേക്കു കടന്ന പ്രതിയെ 2 ആഴ്ചയ്ക്കകം നാട്ടിലെത്തിക്കാനാണ് പോലീസ് ശ്രമം. 24 കോഴിക്കോട്.